ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന സുധീഷ് ഉറങ്ങിക്കിടക്കുന്ന നിധിയുടെ ഒപ്പം കിടക്കുകയും നിധിയോട് വളരെ മോശമായി പെരുമാറുകയുമാണ്. സുഭാഷിനെ വിളിച്ച് നിധി ഉറക്ക കരയുമ്പോൾ അകത്തേക്ക് കയറി വന്ന സുഭാഷും ഹരീഷും നികേഷും സുധീഷിന്റെ പെരുമാറ്റം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. സുധീഷിന്റെ കാരണം പുകച്ചടിച്ച് സുഭാഷ് ഇറങ്ങി പോകാനായി പറയുമ്പോൾ ഹരീഷ് പിടിച്ചു വലിച്ച് റൂമിൽ നിന്നും പുറത്തിറക്കുന്നു. സുഭാഷും നികേഷും പൊട്ടിക്കരയുന്ന നിധിയെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നു. തുടർന്ന് നിധി രാവിലെ ഓഫീസിലേക്ക് പോവുകയും ഉറക്കമുണർന്ന സുധീഷിനോട് ദേഷ്യത്തോടുകൂടി പെരുമാറുകയുമാണ് സുഭാഷും ഹരീഷും നികേഷും. രാത്രി നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്ന സുധീഷ് എല്ലാവരോടും മാപ്പ് പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും ആരും അത് കേൾക്കാൻ നിൽക്കുന്നില്ല. തുടർന്ന് ഓഫീസിലിരിക്കുന്ന നിധി ഓർക്കുകയാണ് സുധീഷ് തന്നോട് മോശമായി പെരുമാറിയത്. ജോലി ചെയ്യാനാകാതെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന നിധിയെ ശ്രദ്ധിക്കുകയാണ് ദിവ്യ. നിധി എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദിവ്യ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് പ്രശ്നമൊന്നുമില്ല, രാത്രി നന്നായി ഉറങ്ങിയില്ല. ഇത് കേട്ട് ദിവ്യ പറയുകയാണ് ശരി, ഡണ്ണായിട്ടിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. സുധീഷ് സോറി എന്ന് പറഞ്ഞ നിധിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് കണ്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് നിധി. സുധീഷ് മനസ്സിൽ പറയുന്നു റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ സുധീഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിധി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നിധി കോള് കട്ട് ചെയ്യുമ്പോൾ സുധീഷ് പറയുകയാണ് എടുക്കുന്നില്ലല്ലോ അവള്, ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും, വിവരമില്ലാത്തവെന്ന് പറഞ്ഞ് സ്വയം കരുണ തടിക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് വീണ്ടും നിധിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് പ്ലീസ് കോൾ മീ. മെസ്സേജ് കണ്ട നിധി റിപ്ലൈ ചെയ്യുന്നില്ല. നിധി ഫോൺ എടുക്കുന്നു പറഞ്ഞ് സുധീഷ് വീണ്ടും മെസ്സേജ് അയക്കുകയാണ്. ആ മെസ്സേജ് നോക്കാതെ നിധി പറയുന്നു ദിവ്യ നമുക്ക് കോഫി കുടിക്കാൻ പോയാലോ. അപ്പൊ ദിവ്യ പറയുകയാണ് അതിനെന്താ പോകാലോ, ഇപ്പൊ കോഫി ടൈമാ. അങ്ങനെ ദിവ്യ നിധിയെയും കൂട്ടി കോഫി കുടിക്കാനായി പോവുകയാണ്. കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യയുടെ ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് നിധി. നല്ല ഹോസ്റ്റലാ, ഓഫീസിനടുത്താ, ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ഓഫീസിലെത്താൻ പറ്റുമെന്നൊക്കെ ദിവ്യ പറയുമ്പോൾ നിധി ചോദിക്കാണ് എനിക്ക് ഹോസ്റ്റലിൽ ഒരു റൂം കിട്ടുമോ. അപ്പൊ ദിവ്യ ചോദിക്കണ എന്താ നിധി പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്, റിലേറ്റീവിന്റെ വീട്ടിലാണെന്നല്ല പറഞ്ഞത്. അപ്പൊ നിധി പറയുകയാണ് അവിടെ താമസിക്കുന്നത്, പക്ഷെ അവിടെ നിന്ന് വരാനും പോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബസ്സൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല, ട്രാവലിംഗിന് തന്നെ ഒരുപാട് സമയം വേണം, അതാ ഓഫീസിനടുത്ത് ഹോസ്റ്റലിൽ താമസിക്കാമെന്ന് തീരുമാനിച്ചത്. ദിവ്യ ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. അവിടെ റൂം ഉണ്ടോ. അപ്പൊ ദിവ്യ പറയുകയാണ് റൂമൊക്കെ കാണും നിധി, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഓക്കെ താങ്ക് യു എന്ന് നിധി പറയുമ്പോൾ ദിവ്യ ചോദിക്കാണ് നിധി റിലേറ്റീവിന്റെ വീട്ടില് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ ദിവ്യ പറയുകയാണ് അതല്ല, നിധി വന്നപ്പോ മുതൽ എന്തോ ടെൻഷൻ ഉള്ളതായി തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ നിധി പറയുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നാലുടനെ ഹോസ്റ്റലിൽ താമസിക്കാന്നാ വിചാരിച്ചത്, റിലേറ്റീവിന്റെ വീടുള്ളത് കൊണ്ട് അവിടെ നിന്നേ ഉള്ളൂ, അവര് നിർബന്ധിച്ചു, ജോലി കിട്ടുന്നിടം വരെ അവിടെ നിന്നിട്ട് ഹോസ്റ്റലിലേക്ക് മാറാമെന്നായിരുന്നു പിന്നീട് തീരുമാനിച്ചത്. ഇപ്പം ജോലി കിട്ടിയല്ലോ, ഓഫീസിനടുത്തുള്ളൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നതാണ് നല്ലതെന്നാ എനിക്ക് തോന്നി. ആ വീട്ടിൽ 4-5 പേരുണ്ട്, ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട. അപ്പൊ ദിവ്യ പറയുകയാണ് നിധി ഹോസ്റ്റലിലെ ഫുഡ് അത്ര നല്ലതല്ല. അപ്പൊ നിധി പറയുകണ അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ദിവ്യ റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ മാറാൻ തയ്യാറാ. ഇത് കേട്ട് ദിവ്യ പറയുന്നു ശരി നിധി, ഞാൻ ചോദിച്ചിട്ട് പറയാം. തുടർന്ന് സുധീഷ് വളരെ വിഷമത്തോടുകൂടി ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ടിറ്റോയും ചന്തുവും കാര്യം അന്വേഷിക്കുമ്പോൾ ഹരീഷ് പറയുന്നു സുധീഷന് പനിയാ, അതാ അങ്ങനെ ഇരിക്കുന്നത്, കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് അവർ പറയുമ്പോൾ ചായ വാങ്ങിക്കാനായി അവരെ പറഞ്ഞു വിടുകയാണ് ഹരീഷ്. സുധീഷ് ചോദിക്കുന്നു എടാ ഹരീഷേ, നീ എന്നെ ഒരു മോശപ്പെട്ടവനായിട്ടാണോ കാണുന്നത്, എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല ഇപ്പോഴല്ലേ. അപ്പൊ ഹരീഷ് പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എപ്പോഴും സുധീഷ് ചേട്ടനെ കാണുന്നത് ഇഷ്ടമല്ല, നീ എന്താടാ ഈ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ് സുധീഷ് ചേട്ടൻ ചെയ്തത് ശരിയാണോ. ഇത് കേട്ട് സുധീഷ് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ അരികിലേക്ക് വന്നിരുന്ന ഹരീഷ് പറയുന്നു അത് വിട്, പക്ഷെ സുധീഷ് ചേട്ടൻ ഒന്ന് ആലോചിച്ചൂടായിരുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ് എടാ ഞാൻ ചെയ്തത് വലിയ തെറ്റാ, എന്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ചേർന്ന് ഞാനങ്ങ് വല്ലാണ്ടായി പോയി, ലൈസൻസ് ഇല്ല, ജോലിയില്ല. ശരി നിധിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി നിധിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ പഠിപ്പിക്കണ്ടെന്ന് അവള് തീരുമാനിച്ചു. അത് പോരാഞ്ഞിട്ട് നമ്മുടെ അച്ഛനെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാള് ഒരു കുടുംബജീവിതം തുടങ്ങ്, കുട്ടികളുണ്ടാവട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിധിയെ എന്റെ പെങ്ങളാക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ എന്റെ ടെൻഷൻ കൂട്ടി. ആ വിഷമത്തില് തോമസ് ഏട്ടന്റെ ഒപ്പം മദ്യപിക്കാൻ പോയപ്പോൾ തോമസ് ഏട്ടനും അത് തന്നെ പറയുന്നു. അതെല്ലാം കേട്ടപ്പോൾ നിധിയെ എന്റെ ഭാര്യയാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു, എന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഈ സമയത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങും, നീ നിധിയെ നിന്റെ ഭാര്യയാക്കണമെന്നൊക്കെ അവര് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ കേട്ട് വല്ലാണ്ടായി പോയി. ഹരീഷ് ചോദിക്കുന്നു നമ്മുടെ അച്ഛന്റെ കാര്യം അറിയാലോ, അയാള് പറയുന്നത് എന്തിനാ കേൾക്കാൻ പോയത്, സുധീഷ് ഏട്ടന്റെ ഓണർ അതിനെക്കാട്ടിനപ്പുറം, അയാൾ എന്തറിഞ്ഞിട്ടാ സുധീഷ് ഏട്ടനെ ഉപദേശിച്ചത്. സുധീഷ് ഏട്ടന് ഏട്ടത്തി ഇഷ്ടമാണെന്ന് എനിക്കറിയാം, സുധീഷ് ഏട്ടൻ ആദ്യം ഏട്ടത്തിയോട് വേണം അത് പറയാൻ, ഇങ്ങനെ രാത്രി റൂമിൽ കയറി ചെല്ലുകയാണോ വേണ്ടത്. അപ്പൊ സുധീഷ് പറയണേ ഞാൻ റൂമിൽ പോയി, പക്ഷെ ഞാൻ അവളെ ഒന്നും ചെയ്തില്ല, എന്താണെങ്കിലും ഞാനല്ലേ റൂമിലേക്ക് പോയത്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണേ എന്ത് ഏട്ടത്തി അങ്ങനെയാണോ സുധീഷ് ഏട്ടനെ കാണുന്നത്. അങ്ങനെ അല്ലല്ലോ, അത് സുധീഷ് ഏട്ടനും അറിയാം, പിന്നെന്തിനാ ഞാനല്ലേ റൂമിലേക്ക് പോയെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എന്നിട്ടും ഏട്ടത്തി നമ്മുടെ വീട്ടിൽ തന്നെയാ താമസിക്കുന്നത്. അപ്പൊ സുധീഷ് ഏട്ടൻ ഇങ്ങനെ പെരുമാറിയത് ശരിയാണോ.
സുധീഷ് ചോദിക്കുന്നു, എടാ ഞാൻ എന്താടാ ചെയ്യുക? സോറി പറയാമെന്ന് കരുതി ഫോൺ വിളിച്ചാൽ അവള് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ മെസ്സേജ് നോക്കുന്നുണ്ട്, പക്ഷെ റിപ്ലൈ ചെയ്യില്ല. ഞാൻ എന്താടാ ചെയ്യുക? എന്താ ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറ. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാ മതി, പതിയെല്ലാം ശരിയായിക്കോളും. തുടർന്ന് ദിവ്യയുടെ ഒപ്പം ഹോസ്റ്റലിലേക്ക് വരികയാണ് നിധി. വാർഡന്റെ അരികിലേക്ക് വന്ന ദിവ്യ പറയുന്നു, മാഡം ഇത് നിധി എന്റെ കൂടെ ജോലി ചെയ്യുന്നതാ, താമസിക്കാൻ റൂം ഉണ്ടോന്ന് ചോദിച്ചു, അതാ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ വാർഡൻ പറയുന്നു, റൂമൊക്കെ ഉണ്ട്, സിംഗിൾ റൂമും ഉണ്ട്, ഷെയറിംഗ് റൂമും ഉണ്ട്. സിംഗിൾ റൂമിന് ഫുഡും കൂടി ചേർത്ത് 10,000 രൂപയാകും, ഷെയറിംഗ് റൂം ആണെങ്കിൽ 7,000 രൂപ. ഏത് റൂമാ വേണ്ടത്? ഷെയറിംഗ് റൂം എടുക്കാൻ മേഡമെന്ന് നിധി പറയുമ്പോൾ വാർഡൻ പറയുകയാണ്, 3 മാസത്തെ റെന്റ് അഡ്വാൻസ് ആയിട്ട് തരണം, ഡെപ്പോസിറ്റ് പോലെ മതി, നിങ്ങൾ വെക്കേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ തിരിച്ചു തരും. അപ്പൊ നിധി പറയുകയാണ്, മാഡം അത്രയും പണമൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്തതേ ഉള്ളൂ, 3 മന്ത്സ് റെന്റ് ഒക്കെ തരാൻ ബുദ്ധിമുട്ടാണ്, പ്ലീസ് മാഡം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ദിവ്യ പറയുന്നു, മാഡം നിധി എനിക്ക് നന്നായിട്ട് അറിയാം, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നും നിധിയുടെ കയ്യിൽ നിന്നും വാങ്ങണമെന്നില്ല, ഞാൻ ഗ്യാരണ്ടി തരാം, ഒന്ന് ഹെൽപ്പ് ചെയ്യും മാഡം പ്ലീസ്. നിധിയുടെ വാർഡൻ പറയുകയാണ്, ശരി 3 മാസത്തെ റെന്റ് ഒന്നും തരണ്ട, അറ്റ്ലീസ്റ്റ് 1 മാസത്തെ റെന്റെങ്കിലും അഡ്വാൻസ് ആയിട്ട് തരണം. അപ്പൊ നിധി പറയുകയാണ്, മാഡം പകുതി റെന്റ് തരാം, ബാക്കി പകുതി സാലറി കിട്ടിയതിന് ശേഷം തരാം. അപ്പൊ വാർഡൻ ചോദിക്കണേ, എന്താ ദിവ്യ ഇത്? ദിവ്യ പറഞ്ഞതുകൊണ്ടാ 3 മാസത്തെ റെന്റ് വേണ്ടെന്ന് വെച്ച് 1 മാസത്തെ മതിയെന്ന് പറഞ്ഞത്, ഇപ്പൊ അതും പകുതിയാക്കുന്നു. 1 മിനിറ്റ് വേണ്ടെന്ന് പറഞ്ഞ് നിധിയെ മാറ്റി നിർത്തി ദിവ്യ പറയുന്നു, നിധി ഇവർ ഇത്രയും കുറച്ച് തന്നെ വലിയ കാര്യമോ, ഞാൻ ബാക്കി പണം തരാം. അപ്പൊ നിധി പറയുകണ, അതൊന്നും വേണ്ട, സാലറി കിട്ടുന്നത് വരെ എല്ലാ ചിലവും മാനേജ് ചെയ്യണ്ടേ. ദിവ്യ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചു നോക്ക്, ഈ മാസം ഒടുവിൽ തന്നെ ബാക്കി പണം കൊടുത്തോളാം. ശരി വാ സംസാരിച്ചു നോക്കാന്ന് പറഞ്ഞ് നിധിയെയും കൂടി വാർഡന്റെ അരികിലേക്ക് വന്ന ദിവ്യ പറയുന്നു, മാഡം ഞാൻ സംസാരിച്ചു, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ വാർഡനുമായി സംസാരിക്കുകയാണ് ദിവ്യയും നിധിയും. തുടർന്ന് വാർഡൻ പറയുന്നു, ശരി നിങ്ങൾ പറഞ്ഞതുപോലെ പകുതി റെന്റ് ഇപ്പത്താ, ബാക്കി പകുതി മാസം അവസാനം തരണം. ഇത് കേട്ട് നിധി പറയുകയാണ്, ഷുവർ മാം, റൂം ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞ് വാർഡൻ നിധിയെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ്. വാർഡൻ പറയുന്നു, ഇത് ഷെയറിംഗ് റൂമാണ്, നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു ബാത്റൂം, നിങ്ങളുടെ ബാത്റൂം നിങ്ങൾ തന്നെ ക്ലീൻ ആക്കി ഇട്ടോണം. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കാം, താഴെ വന്ന് കഴിക്കണം. ഉച്ചയ്ക്ക് 1:30ക്കും 2:30ക്കും ഇടയിൽ ലഞ്ച്, ജോലിക്ക് പോകുന്നവർക്ക് വേണമെങ്കിൽ ലഞ്ച് കൊണ്ടുപോകാം. ഡെയിലി എന്തൊക്കെയുണ്ടെന്ന് ബോർഡിൽ എഴുതി വെച്ചിരിക്കും. രാത്രി ഡിന്നർ 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ്. ശരി മേഡം എന്ന് പറഞ്ഞ് റൂം എല്ലാം കാണുകയാണ് നിധി. തുടർന്ന് ദിവ്യ ചോദിക്കുന്നു, നിധി ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഓക്കെ ആണെന്ന് നിധി പറയുമ്പോൾ വാർഡൻ ആധാർ കാർഡ് ഒക്കെ ചോദിക്കുകയാണ്. തുടർന്ന് വാർഡൻ ചോദിക്കുന്നു, നിധി എപ്പോഴാ വരുന്നത്? അപ്പൊ നിധി പറയുന്നു, ഞാൻ വീട്ടിൽ പോയി സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വരാം, ഇന്ന് തന്നെ വരും. അപ്പോൾ വാർഡൻ പറയുന്നു, ശരി ലോക്കൽ ഗാർഡിയന്റെ സൈൻ വേണം, ആരാണോ നിധിയുടെ ഗാർഡൻ അയാൾ വന്ന് സൈൻ ചെയ്യണം, അവരുടെ ഡീറ്റെയിൽസും തരണം, വീട്ടിൽ നിന്നും ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരണം. ശരി മേഡം എന്ന് നിധി പറയുമ്പോൾ പകുതി പണം ചോദിക്കുകയാണ് വാർഡൻ. പകുതി പണവും കൊടുത്ത് ഞാൻ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരികയാണ് നിധി. നിധിയെ കാണുന്ന അവിനാഷ് സുഭാഷിനെ വിളിക്കാനായി പോകുമ്പോൾ നിധി പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടൻ ജോലി കഴിഞ്ഞു വരട്ടെ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ശരി എന്ന് പറഞ്ഞ് അവിനാഷ് തന്റെ ജോലികൾ ചെയ്യുകയാണ്. നിധി വിഷമത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുഭാഷ് കാണുകയാണ് അവിടെ നിൽക്കുന്ന നിധിയെ. നിധി മോളെ നീ എപ്പോ വന്നെന്ന് ചോദിച്ച് സുഭാഷ് അരികിലേക്ക് വരുന്നു. സുഭാഷ് ഏട്ടൻ ജോലി ചെയ്യുകയല്ലായിരുന്നു എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കേണ്ട, അതുകൊണ്ട് എത്ര നേരം കാത്തു നിൽക്കുക, വിളിച്ചാ മതിയായിരുന്നല്ലോ. അവിനാഷ് മോക്കൊരു ജ്യൂസ് വാങ്ങിച്ചോണ്ട് വാ. വേണ്ട സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ചൂടത്ത് നടന്നു വന്നതല്ലേ, അവിനാഷ് ജ്യൂസ് വാങ്ങിച്ചോണ്ട് വാ. അവിനാഷ് ജ്യൂസ് വാങ്ങാനായി പോകുമ്പോൾ വിഷമത്തോടുകൂടി സുഭാഷ് പറയുകയാണ്, ഇന്നലെ നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു മോളെ, എനിക്ക് അത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. സുധീഷ് ചെയ്ത തെറ്റിന് മോളോട് എത്ര തവണ ക്ഷമ ചോദിച്ചാലും മതിയാകില്ല. ഞങ്ങള് വീട്ടിലുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്, അത് ശ്രദ്ധിക്കാതെ വിട്ടത് ഞങ്ങളുടെയും കൂടി തെറ്റാ, മോള് വല്ലാതെ ഭയന്നു, ക്ഷമിക്കും മോളെ. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ അത് വിട്, എത്ര തവണയാ സുഭാഷ് ഏട്ടൻ എന്നോട് സോറി പറയുക, ഞാൻ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്താ മോളെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കരുത്, അതൊന്നുമില്ല മോള് പറയാതെ സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ നമ്മുടെ വീട്ടിൽ നിന്നും പോവാണ് സുഭാഷ് ഏട്ടാ. ഇത് കിട്ടിഞ്ഞിട്ട് സുഭാഷ് ചോദിക്കുന്നു, മോള് പോവാണെന്നോ? എവിടെ പോകുന്നു? നടന്നത് തെറ്റാണ്, വലിയ തെറ്റാണ്, അതുകൊണ്ട് വീട് വിട്ടു പോണോ? അപ്പൊ നിധി പറയുകയാണ്, അതല്ല സുഭാഷ് ഏട്ടാ, ഞാനൊരു ഹോസ്റ്റൽ കണ്ടുവച്ചിട്ടുണ്ട്, അവിടേക്ക് മാറാമെന്ന് വിചാരിക്കുക. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ദിവ്യ ആ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, ഞാൻ അവിടേക്ക് മാറുന്നത് ശരിയെന്ന് തോന്നുന്നു സുഭാഷ് ഏട്ടാ. ഇനി ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത് ശരിയാകില്ല സുഭാഷ് ഏട്ടാ, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുക. ഇത് കേട്ട് സുഭാഷ് നിധി എന്ന് വിളിക്കുമ്പോൾ നിധി പറയണ, പ്ലീസ് സുഭാഷ് ഏട്ടാ എന്നോട് പോകരുതെന്ന് പറയരുത്, ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാ സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ സുഭാഷ് ഏട്ടൻ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് വീട്ടിലെ മറ്റുള്ളവരോട് പറയാൻ വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സുഭാഷ് ഏട്ടന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഇനി ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാകില്ല സുഭാഷ് ഏട്ടാ, പ്ലീസ് സുഭാഷ് ഏട്ടാ എന്നോട് പോകരുതെന്ന് പറയരുത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കേണ്ട, അപ്പൊ മോള് പോകാൻ തീരുമാനിച്ചു സുഭാഷ് ഏട്ടാ നിധി പറയുമ്പോൾ സുഭാഷ് പറയുകേണ്ട, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കും മോളെ. അപ്പൊ നിധി പറയുന്നു, ഇല്ല സുഭാഷ്
സുഭാഷ് ഏട്ടാ, ഈ കാര്യത്തില് സുഭാഷ് ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കണം. അതല്ല മോളേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, പ്ലീസ് സുഭാഷ് ഏട്ടാ, വേണ്ടാന്ന് മാത്രം പറയരുത്. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. സുഭാഷ് ഏട്ടന് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ആ ഹോസ്റ്റല് നല്ല ഹോസ്റ്റലാ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ദിവ്യ അവിടെ താമസിക്കുന്നത്. ഞാൻ ദിവ്യയോട് അന്വേഷിച്ചു. നമ്മുടെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരമൊന്നും ഇല്ല ഹോസ്റ്റലിലേക്ക്. എപ്പോ വേണമെങ്കിലും എനിക്ക് സുഭാഷ് ഏട്ടനെ കാണാൻ വരാൻ പറ്റും. സുഭാഷ് ഏട്ടനും എന്നെ കാണാൻ വരാൻ പറ്റും. പ്ലീസ് സുഭാഷ് ഏട്ടാ, എനിക്ക് പോയേ പറ്റൂ. ഇത് കേട്ട് കണ്ടു നിറങ്ങിയ സുഭാഷ് പറയുന്നു, ഒരു മിനിറ്റ് മോളെ, ഞാനിപ്പോ വരാം. അങ്ങനെ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്നൊന്ന് ആലോചിച്ച് കണ്ണീര് തുടച്ച് നിധിയുടെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, ശരി മോളെ, മോക്ക് എന്താ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യും. ഞാൻ തന്നെ മോളെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കാം. മോള് തനിച്ചൊന്നും പോകണ്ട. അപ്പൊ നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ എന്റെ കൂടെ വരണം. അവിടെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ലോക്കൽ ഗാർഡിയൻ സൈൻ ചെയ്യണം. സുഭാഷ് ഏട്ടൻ വേണം സൈൻ ചെയ്യാൻ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ശരി മോളെ, ഞാൻ തന്നെ വന്ന് സൈൻ ചെയ്ത് കൊടുക്കാം. അതിലൊരു പ്രശ്നമില്ല. ഈ സമയം അവിനാശ് ജ്യൂസുമായി അവിടേക്ക് വരികയാണ്. അത് വാങ്ങിച്ച് നിധിക്ക് കൊടുക്കുകയാണ് സുഭാഷ്. സുഭാഷ് ഏട്ടാ, എന്നെ തെറ്റിദ്ധരിക്കല്ലേന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, അയ്യോ അങ്ങനെയൊന്നുമില്ല മോളെ, മോക്ക് ശരിയെന്ന് തോന്നുന്നത് മോള് ചെയ്യാം. ജ്യൂസ് കുടിക്കും മോളെ. തുടർന്ന് സുഭാഷിന്റെ ഒപ്പം വീട്ടിലേക്ക് വന്ന നിധി തന്റെ ഡ്രസ്സുകളെല്ലാം എടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ്. റൂമിന് പുറത്ത് വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് സുഭാഷും നികേഷും. പുറത്ത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. ഈ സമയം ഹരീഷിന്റെ ഒപ്പം ബൈക്കിൽ അവിടേക്ക് വരികയാണ് സുധീഷ്. വിഷമത്തോടു കൂടി സുഭാഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്തു പറ്റി? നികേഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഹരീഷ് ചോദിക്കണ, എടാ എന്തു പറ്റിയടാ? എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നത്? ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് നികേഷ് ചോദിക്കുന്നു, സന്തോഷമായോ? സുധീഷിന് ഇപ്പൊ സന്തോഷമായോന്ന്. സുധീഷ് ഞെട്ടി നികേഷിനെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താടാ? ഷട്ടിൽ നിന്നും കൈയെടുത്ത് നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഈ വീട് വിട്ട് പോവാണെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുധീഷും ഹരീഷും ഭാസ്കരനും. ഹരീഷ് ചോദിക്കുന്നു, വീട് വിട്ട് പോവാണെന്ന് പറഞ്ഞാൽ ഏട്ടത്തി എവിടെ പോവാ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ആ കുട്ടി ഒരു ഹോസ്റ്റലിലേക്ക് മാറുവാണെന്ന്. കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിലേക്കാണ് മാറുന്നത്. ഹോസ്റ്റലിൽ ചെന്ന് സംസാരിച്ചിട്ടാ നിധി വീട്ടിലേക്ക് വന്നത്. അവിടേക്ക് പോകാനായി ഒരുങ്ങുക. ഇത് കേട്ട് സുധീഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടന് സന്തോഷമായില്ലേ? ഏട്ടത്തിയുടെ കാര്യം നോക്കി ജീവിക്കുകയല്ലായിരുന്നോ? എല്ലാം നശിപ്പിച്ചില്ലേ സുധീഷ് ഏട്ടൻ? കണ്ണു നിറങ്ങിയ സുധീഷ് ചോദിക്കണ്ട, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എന്താ ഒരു സാധാരണ കാര്യം പറയുന്നത് പോലെ പറയുന്നത്? നിധി പോവാണെന്ന്. പോകണ്ടെന്ന് പറ സുഭാഷ് ഏട്ടാ. സുഭാഷ് ചോദിക്കുന്നു, വേണ്ടാന്ന് ഞാൻ എങ്ങനെ പറയൂടാ? ഇത്രയും കാലം ആ കുട്ടി ഇവിടെ ജീവിച്ചത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാ. ഇനി എന്ത് വിശ്വാസത്തിൽ ഇവിടെ താമസിക്കണമെന്ന് ഞാൻ നിധിയോട് പറയും. ഇത് കേട്ട് വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും. തുടർന്ന് വിഷമത്തോടു കൂടി ചുറ്റും നോക്കി തന്റെ ബാഗും എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി. എല്ലാവരും നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഇറങ്ങാൻ. സുഭാഷ് ഏട്ടാ കണ്ടു നിറഞ്ഞ അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി പോകരുത്, നടന്നതെല്ലാം തെറ്റാണ്, സോറി, വീട് വിട്ട് പോകല്ലേ ഏട്ടത്തി, പ്ലീസ് ഏട്ടത്തി. അപ്പോൾ നിധി പറയുന്നു, നികേഷ് പ്ലീസ്, നീ കരയല്ലേ? നീ കരഞ്ഞാൽ എനിക്കും വിഷമോ. എന്നെ ഒന്ന് മനസ്സിലാക്കടാ പ്ലീസ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം. ഞാനും ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരാം, ഫോണിൽ സംസാരിക്കാം. ഇനി ഇവിടെ താമസിക്കണമെന്ന് മാത്രം നീ എന്നോട് പറയരുത്. അപ്പൊ സുഭാഷ് പറയുകയാണ്, നികേഷ് നിധിയെ പോകാൻ സമ്മതിക്ക്. എന്ത് സുഭാഷ് നീ പറയുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നികേഷ് നീ അങ്ങോട്ട് മാറി നിൽക്ക്. നിധി ഹോസ്റ്റലിലേക്ക് മാറുവാ. ആ കുട്ടി പോട്ടെ. ഇങ്ങനെ നല്ലൊരു കുട്ടിക്ക് താമസിക്കാൻ പറ്റിയ വീടല്ല ഇത്. കരഞ്ഞ് ആ കുട്ടിയെ വിഷമിപ്പിക്കരുത്. കണ്ടു നിറങ്ങിയ നിധിയുടെ അരികിലേക്ക് ചെന്ന് സുധീഷ് പറയുന്നു, സോറി നിധി, ഞാൻ ചെയ്തത് തെറ്റാ, വലിയ തെറ്റാ, സോറി. അതുകൊണ്ട് വീട് വിട്ടു പോകാൻ തീരുമാനിച്ചാൽ എന്താ അർത്ഥം നിധി? നിധി എവിടേക്കും പോകണ്ട. നിധി ഇവിടെ താമസിക്കണം. ഞാൻ വേണമെങ്കിൽ പോകാം. ദയവ് ചെയ്ത് നിധി ഇവിടെ തന്നെ താമസിക്കണം. ഞാൻ ചെയ്ത തെറ്റിന് നിധി എന്തിനാ പോകുന്നത്? ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, പ്ലീസ് സുധീഷ്, ഈ നാടകമൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പോകാൻ തീരുമാനിച്ചു. ദയവ് ചെയ്ത് ഞാൻ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. അപ്പൊ സുധീഷ് പറയുകയാണ്, സോറി നിധി, ഇനി ഇതുപോലെ ഒന്നും നടക്കില്ല. ഉറപ്പായിട്ടും പോകരുത് പ്ലീസ്. ഇത് കേട്ട് സുഭാഷ് സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ? നിധി പോവാണെന്ന് പറയുമ്പോൾ പോയിക്കോട്ടെന്നാണോ സുഭാഷ് ഏട്ടൻ പറയുന്നത്? നികേഷ് ഒന്നും മിണ്ടരുതെന്ന് പറയുന്നു. സുഭാഷ് ഏട്ടനെങ്കിലും ഒന്ന് പറ നിധിയോട് പോകരുതെന്ന്. പ്ലീസ് സുഭാഷ് ഏട്ടാ പോകരുതെന്ന് പറ സുഭാഷ് ഏട്ടാ. സുഭാഷ് ഒന്നും മിണ്ടാതെ കുരുങ്ങി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിധി പ്ലീസ് പോകരുതേ. ദേഷ്യത്തോടു കൂടി സുധീഷ് എന്ന് നോക്കിയിട്ട് ബാഗ് എടുത്ത് നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ ഞാനും വരുവാ. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് ഉറക്കെ പറയുന്നു, സുഭാഷ് ഏട്ടാ പോകണ്ടെന്ന് പറ സുഭാഷ് ഏട്ടാ. എടാ ഹരീഷ് നീയെങ്കിലും ഒന്ന് പറ, ഏട്ടത്തിയോട് പോകണ്ടെന്ന് പറ. നിധി പ്ലീസ് പോകരുതെന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങുകയാണ് സുധീഷ്. ദേഷ്യത്തോടു കൂടി നിധി ചോദിക്കുന്നു, എന്തായി ചെയ്യുന്നത്? ബാഗ് ഇതാ. അങ്ങനെ സുധീഷിന്റെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങിച്ച്, ഇതുവരെ നടന്നതെല്ലാം മതി, ദയവ് ചെയ്ത് ഇനി എന്റെ മുന്നിൽ നാടകം കളിക്കരുത്. ഇത് കേട്ട് നിധി എന്ന് വിളിച്ച് സുധീഷ് കണ്ണുനിറങ്ങി നിൽക്കുമ്പോൾ നികേഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, നികേഷ് ഞാൻ ഇറങ്ങുവാ, നന്നായിട്ട് കഴിക്കണം, വിഷമിച്ചിരിക്കരുത്, പഠിത്തത്തിൽ ഉഴപ്പരുത്, ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാ, നീ കരയാതെ പ്ലീസ് ഡാ, പറയുന്നത് കേക്ക്, കരയരുത്. ഇത് കേട്ട് നികേഷ് കണ്ണീര് തുടയ്ക്കുമ്പോൾ ഡ്രസ്സ് മാറി അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, നിധി പോകാം. ശരി സുഭാഷ് ഏട്ടെന്ന് പറഞ്ഞ് നിധി വിഷമത്തോടുകൂടി നികേഷിനെയും ഹരീഷിനെയും നോക്കുകയാണ്. സുഭാഷ് ബാഗും എടുത്ത് നിധിയുടെ പിന്നാലെ പോവുകയാണ്. പിന്നാലെ വരുന്ന സുധീഷ് പറയുന്നു, നിധി ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, സുഭാഷ് ഏട്ടാ ഒന്ന് പറ. ഹരീഷ് നീ ഒന്ന് പറയടാ. പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി ഭാസ്കരനെ
ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷിന്റെ ഒപ്പം മുന്നോട്ട് നടക്കുകയാണ്. ഭാസ്കരൻ വിഷമത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിധി സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പിന്നാലെ ഹരീഷും നികേഷും വരുന്നു. അപ്പൊ സുഭാഷ് പറയുന്നു, മോളെ നമുക്ക് ജംഗ്ഷനിലേക്ക് ചെന്ന ഓട്ടോ പിടിക്കാം. സുധീഷൊക്കെ പറയുന്നു, ഹരീഷെ നികേഷെ പോകണ്ടെന്ന് പറയടാ. നിധി ഒന്ന് പറയുന്നത് കേൾക്ക്, സുഭാഷ് ഏട്ടാ പോകണ്ടെന്ന് പറ. സുഭാഷിന്റെ ഒപ്പം പോകുന്ന നിധി വിഷമത്തോടുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. സുധീഷ് കരഞ്ഞുകൊണ്ട് അവര് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. നികേഷും ഹരീഷും വിഷമത്തോടുകൂടി സുധീഷിനെ നോക്കുന്നു. തുടർന്ന് ഓട്ടോയിൽ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് സുഭാഷും നിധിയും. അവർ ഓർക്കുന്നു കിളിക്കൂട്ടിലെ നല്ല നിമിഷങ്ങൾ. സുഭാഷിന്റെ ഒപ്പം അടുക്കളയിൽ ജോലി ചെയ്യുന്നതും നികേഷ് ഐസ്ക്രീമും ജ്യൂസും ഒക്കെ നിധിക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതും ഹരീഷ് നിധിയെ വഴക്ക് പറഞ്ഞേന് സോറി പറഞ്ഞ് കപ്പ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതും ഭാസ്കരന്റെ കയ്യിൽ അരുൺ കുത്തിയതും ആദ്യമായി ജോലിക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ പടക്കം പൊട്ടിച്ച് കിളിക്കൂട്ടിലുള്ളവർ ആഘോഷിച്ചതെല്ലാം ഓർക്കുകയാണ് നിധി. തുടർന്ന് നിധി ഓർക്കുകയാണ് മദ്യപിച്ച് ലക്കുകെട്ട് രാത്രി സുധീഷ് തന്റെ റൂമിലേക്ക് കയറി വന്നതും സുധീഷിന്റെ വാക്കുകളും, നീ എന്റെ ഭാര്യ, നിന്റെ കഴുത്തില് ഞാൻ കെട്ടിയ താലിയുണ്ട്, നിയമപരമായി നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. തുടർന്ന് കണ്ടു നിറങ്ങിയ നിധി സുഭാഷിനെ നോക്കുമ്പോൾ വിഷമത്തോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ? ഒന്നുമില്ല സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നിധി തിരിഞ്ഞിരിക്കുമ്പോൾ കണ്ണീര് തുടയ്ക്കുകയാണ് സുഭാഷ്. അകത്തേക്ക് പോകാതെ വളരെ വിഷമത്തോടുകൂടി കിളിക്കൂടിന്റെ ഉമ്മറത്തിരിക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും ഭാസ്കരനും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന നികേഷിനെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഹരീഷ്. സുധീഷ് വളരെ ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ മുഖം തിരിക്കുകയാണ്. അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നിങ്ങൾ കാരണം ഇതെല്ലാം നടന്നത്, നിങ്ങളായി ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഞാൻ എന്ത് ചെയ്തെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കണ്ട, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിക്കുന്നു. അവള് പോയി, എന്തെന്നേക്കുമായി അവൾ ഇവിടുന്ന് പോയി. എന്നെ വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടാ പോയത്. അവൾ അവളുടെ കാര്യങ്ങൾ നോക്കി ഈ വീട്ടിൽ കഴിഞ്ഞത്. ഞാൻ എന്റെ ജോലികൾ നോക്കി എന്റെ വഴിക്കും പോയി. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം? അവളെ ഭാര്യയൊക്കെ അത് ഇതെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാം പോയില്ലേ, ഇനി അവള് വരില്ല. എന്റെ ജീവിതത്തിൽ ഇനി നിധിയില്ല. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അവള് പോയാൽ നിനക്കെന്താടാ, പോയവള് പോട്ടെ, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് ഭാസ്കരനെ അടിക്കാനായി വരുമ്പോൾ അവിടേക്ക് ഓടി വന്ന ഹരീഷ് സുധീഷിനെ പിടിച്ചു മാറ്റുകയാണ്. സുധീഷൻ എന്താ ചെയ്യുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, പോയടാ, എന്റെ ജീവിതം മൊത്തത്തിൽ പോയി. അവള് പോയില്ലേ, എന്നെ വേണ്ടെന്ന് പറഞ്ഞ വലിച്ചെറിഞ്ഞിട്ടാ പോയത്. അത്രേ ഉള്ളല്ലേ, എല്ലാം കഴിഞ്ഞു. ഈ കല്യാണം, അവളുടെ കൂടെ ഈ വീട്ടിൽ താമസിച്ചത്, നമ്മളെല്ലാവരും സന്തോഷമായിട്ട് കഴിഞ്ഞത് എല്ലാം അവസാനിച്ചു. സത്യമായിട്ടും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. പോയടാ, അവള് പോയി. ഇത് കേട്ട് വിഷമത്തോടു കൂടി സുധീഷിന്റെ തോളിലൊന്ന് തട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നികേഷിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ഹരീഷ്. കണ്ടു നിറങ്ങിയ സുധീഷ് ഓർക്കുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയതും റിസപ്ഷനിൽ വെച്ച് താലി കെട്ടിയതുമല്ല. തുടർന്ന് സുഭാഷിനെയും കൂടി ഹോസ്റ്റലിലേക്ക് വരികയാണ് നിധി. ഹായ് നിധി എന്ന് പറഞ്ഞ ദിവ്യ അവിടേക്ക് വരുമ്പോൾ നിധി ദിവ്യയെ പരിചയപ്പെടുത്തുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, ഇതാണ് ഹോസ്റ്റല്, റൂം ഒക്കെ കണ്ടായിരുന്നോ, മോക്കെല്ലാം ഓക്കെ ആയിട്ട് തോന്നിയോ? അപ്പൊ നിധി പറയുകയാണ്, ഓക്കെ സുഭാഷ് ഏട്ടാ, ഹോസ്റ്റലല്ലേ, ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ താമസിച്ചല്ലേ മോള്, അതിനെക്കാട്ടിലും മോശമാവില്ലല്ലോ ഇവിടെ, ഇതാണ് മോളുടെ തീരുമാനം? അപ്പോൾ നിധി പറയുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, ഇതാ നല്ലത്. നിധി, വാർഡൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് ദിവ്യ അവരെയും കൂട്ടി വാർഡന്റെ അരികിലേക്ക് പോവുകയാണ്. തുടർന്ന് വാർഡൻ പറയുകയാണ്, പകുതി അഡ്വാൻസ് പിന്നെ തരാം, മാസാവസാനം തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ഞങ്ങൾ ആർക്കും റൂം കൊടുത്തിട്ടില്ല. നിധി എന്താ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഒരു മാസത്തെ വാടക നേരത്തെ കൊടുക്കണമെന്ന് പറഞ്ഞു, എന്റെ കയ്യിലില്ല, ഞാൻ പകുതി പണം കൊടുത്തു. അപ്പൊ സുഭാഷ് ചോദിക്കുകയാണ്, എന്താ മോളെ ഇത്, എന്നോട് പറയത്തില്ലായിരുന്നോ? എത്ര? അവൾ നിധി പറയുകയാണ്, 7000 കൊടുക്കണം, ഞാൻ 3500 കൊടുത്തു, ബാക്കി മാസാവസാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് സുഭാഷ് പണം എടുത്ത് കൊടുക്കാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ്, വേണ്ട സുഭാഷ് ഏട്ടാ. അപ്പോൾ സുഭാഷ് ചോദിക്കേണ്ട, ആരുടെയല്ല കൊടുക്കേണ്ടത്? വേണ്ടെന്ന് പറഞ്ഞില്ലേ സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, മോക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ, വാർഡന്റെ കൊടുത്താൽ മതിയോ? മതിയെന്ന് നിധി പറയുമ്പോൾ ആ പണം വാർഡന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുഭാഷ്. വാർഡൻ ചോദിക്കുന്നു, നിധിയുടെ ആരാ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാൻ നിധിയുടെ സഹോദരനാ, ചേട്ടൻ സുഭാഷ്. നിങ്ങളാണ് നിധിയുടെ ഗാർഡിയൻ എന്ന് വാർഡൻ ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് സുഭാഷ്. വാർഡൻ ആധാർ കാർഡ് ചോദിക്കുമ്പോൾ സുഭാഷ് തന്റെ ആധാർ കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വാർഡൻ കീ കൊടുത്തിട്ട് പറയുന്നു, ഇതാ നിധിയുടെ റൂമിന്റെ കീ, ബാഗ് എല്ലാം റൂമിൽ കൊണ്ടുവച്ചോ. അപ്പൊ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ ബാഗ് എല്ലാം റൂമിൽ കൊണ്ടുവച്ചിട്ട് വരാം. സുഭാഷ് ഏട്ടൻ ഇവിടെ നിൽക്കണേ, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ നിധി ബാഗുമായി ദിവ്യയുടെ ഒപ്പം റൂമിലേക്ക് പോവുകയാണ്. പുറത്തു നിൽക്കുന്ന സുഭാഷ് ഓർക്കുകയാണ് നിധിയുമായുള്ള നല്ല നിമിഷങ്ങൾ. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുഭാഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അരികിലേക്ക് വന്ന് നിധി കണ്ണു നിറഞ്ഞ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ കണ്ണീര് തുടച്ച് സുഭാഷ് പറയുന്നു, പറ മോളെ. സുഭാഷ് ഏട്ടൻ കരയുകയായിരുന്നു എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അല്ല മോളെ. ഇത് കേട്ട് നിധി കരയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, മോളെന്തിനാ കരയുന്നേ? ഒന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, അത് മോളുടെ വീടാ, എപ്പ വേണമെങ്കിലും മോക്ക് അവിടെ വരാം, എന്തുണ്ടെങ്കിലും മോൾ എന്നെ വിളിക്കണം. ഇവിടെ മോള് തനിച്ചാണെന്ന് വിചാരിക്കരുത്, മോൾക്ക് അവിടെ ഒരു വീടുണ്ട്, സ്വന്തം സഹോദരനായി ഞാനുണ്ട്, ഞാൻ മാത്രമല്ല ഹരീഷ് ഉണ്ട്, നികേഷ് ഉണ്ട്, ഒന്നും ആലോചിച്ച് വിഷമിക്കരുത്. മോളിങ്ങനെ ഹോസ്റ്റലിലൊക്കെ വന്ന് താമസിക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതുകൊണ്ട് മോൾ അവിടെ താമസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, മോക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം.
മോളെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. കൃത്യമായി ഭക്ഷണം കഴിക്കണം. ഞാൻ പോയിട്ട് വരാം. ഇത് കേട്ട് നിധി കരയുമ്പോൾ സുഭാഷ് പറയുകയാണ്, കരയല്ലേ മോളെ, മോൾ അകത്തേക്ക് പോ. രാത്രിയായില്ലേ, അതാ പറഞ്ഞത്. രാത്രി സമയത്ത് പുറത്തെങ്ങും പോകരുത്. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ബസ്സിൽ പോയി കഷ്ടപ്പെടണ്ട. ഓട്ടോയിൽ പോയി ഓട്ടോയിൽ തന്നെ തിരിച്ചു വാ. അങ്ങനെ സുഭാഷ് തന്റെ പോക്കറ്റിലുള്ള പണം എടുത്ത് നിധിയുടെ നേരെ നീട്ടുമ്പോൾ നിധി പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയുന്നു, വാങ്ങിക്കും മോളെ. അപ്പോൾ നിധി പറയുന്നു, എന്റെ കയ്യിൽ ഉണ്ട് സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇത് സുഭാഷ് ഏട്ടൻ തരുന്നതല്ലേ, മോൾ ഇത് കൈ വെച്ചോ, ആവശ്യം വരും. അങ്ങനെ നിധിയുടെ കയ്യിലേക്ക് ആ പണം വെച്ച് കൊടുക്കുകയാണ് സുഭാഷ്. മോൾക്ക് പണം എന്തെങ്കിലും വേണമെങ്കിൽ സുഭാഷ് ഏട്ടനെ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടു തന്നിട്ട് പോകാം. അപ്പൊ നിധി പറയുന്നു, എന്റെ കയ്യിൽ ഉണ്ട് സുഭാഷ് ഏട്ടാ. ഭക്ഷണത്തിനുള്ള പണവും കൂടിയാണ് നമ്മൾ പേ ചെയ്തത്, ഒരു പ്രശ്നമില്ല. ശരി മോളെ, മോൾ അകത്തേക്ക് പൊയ്ക്കുമെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ പോയിട്ട് ഞാൻ പൊയ്ക്കോളാം. ശരി മോളെ എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന സുഭാഷ് കണ്ണീര് തുടച്ച് നിധിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ഞാൻ പറയുന്നത് കേട്ട് മോള് തെറ്റിദ്ധരിക്കരുത്. മോക്ക് കഴിയുമെങ്കിൽ സുധീഷിനോട് ക്ഷമിക്കണം. അവനൊരു മോശപ്പെട്ടവനൊന്നും അല്ല, മദ്യപിച്ച് അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. അവൻ നല്ലവനാ. അവൻ എങ്ങനെ സംസാരിക്കണം, അവന്റെ മനസ്സിലുള്ളത് മറ്റുള്ളവരോട് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. വീട്ടിൽ ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ അവൻ അതെല്ലാം മനസ്സിലാക്കിയേനെ. അവനെ ഞാനല്ലേ വളർത്തിയത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവനും വളർന്നു. എനിക്ക് ആ പ്രായത്തിൽ എന്താണ് അറിയാവുന്നത് അത് പറഞ്ഞു കൊടുത്താണ് ഞാൻ അവനെ വളർത്തിയത്. എങ്ങനെ സംസാരിക്കണം, ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണമെന്നൊന്നും അവൻ അറിയില്ല. അതുകൊണ്ട് അവൻ ചെയ്തതെല്ലാം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ ചെയ്തത് തെറ്റാ, വലിയ തെറ്റാ. എന്നാലും അവനോട് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ഞാൻ പോയിട്ട് വരാം മോളെ, വിഷമിക്കരുത്. അങ്ങനെ സുഭാഷ് സ്നേഹത്തോടുകൂടി നിധിയെ തലോടിക്കൊണ്ട് പറയുന്നു, മോൾ അകത്തേക്ക് പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാം. കരഞ്ഞുകൊണ്ട് സുഭാഷിനെ നോക്കി തലയാട്ടി നിധി അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് കണ്ണു നിറങ്ങിയ നിധിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നിധി തിരിഞ്ഞു നോക്കുന്നുണ്ട്. സുഭാഷും വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്